കൊച്ചി കോർപ്പറേഷനിൽ കെപിസിസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായേക്കും. തെരഞ്ഞെടുപ്പിൽ ലാലി വിൻസെന്റ് യുഡിഎഫിനെ നയിക്കാൻ നേതാക്കൾക്കിടയിൽ പ്രാഥമിക ധാരണയായി. പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്ന് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. പാർട്ടി ചുമതലയുള്ളവർ അധികാര സ്ഥാനങ്ങളിലെത്തുന്നത് സ്വാഗതാർഹമാണെന്നും ലാലി വിൻസെന്റ് റിപ്പോർട്ടറോട് പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ ഭരണം നിലനിർത്തേണ്ടത് യുഡിഎഫിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ നിരവധി വികസന പദ്ധതികളുടെ കേന്ദ്രമെന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കളെ മത്സരരംഗത്തിറക്കാൻ യുഡിഎഫ് ശ്രമിക്കുന്നത്. കെപിസിസി വൈസ് പ്രസിഡന്റും മുൻ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് കോൺഗ്രസിനെ കൊച്ചിയിൽ നയിച്ചേക്കും. പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്ന് ലാലി വിൻസെന്റ് പറഞ്ഞു. ഞാൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പോലും പാർട്ടി നേതൃത്വം എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പാർട്ടി നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ പാർട്ടിയെ അനുസരിച്ചുള്ള ശീലമാണ്, അനുസരിക്കും. പാർട്ടി ചുമതലയുള്ളവർ അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതിനെ ലാലി വിൻസെന്റ് ന്യായീകരിച്ചു. സാമുദായിക പരിഗണനകൾ കണക്കിലെടുത്താലും ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ലാലി വിൻസെന്റിന് അനുകൂലമാണ് കാര്യങ്ങളെന്ന് യുഡിഎഫ് കണക്കുകൂട്ടുന്നു. കീ പോസ്റ്റുകളിൽ പാർട്ടി ഭാരവാഹികൾ വരുന്നതായിരിക്കും കൂടുതൽ ആശ്വാസം ജനങ്ങൾക്ക് നൽകാനും പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കാനും ഉപകാരപ്പെടുക എന്നൊരു കാഴ്ചപ്പാട് എനിക്കുമുണ്ട്. ഡെപ്യൂട്ടി മേയർ ഭദ്രയുടെ പേരും യുഡിഎഫ് പരിഗണിച്ചിരുന്നു. പത്മജ വേണുഗോപാലിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ നീക്കമുണ്ടായിരുന്നുവെങ്കിലും അവർ അനുകൂലമായി പ്രതികരിച്ചില്ലെന്നാണ് സൂചന. റിപ്പോർട്ടർ, കൊച്ചി.